ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റാഗി ഇടിയപ്പം ഉണ്ടാട്ട്. അപ്പോൾ ഒരു ഈസി പീസി ആയിട്ട് നമുക്ക് റാഗി ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഒഴിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇനി ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ റാഗി ഇടിയപ്പം ആകുമ്പോൾ റാഗി എന്ന് പറയുന്നത് കാൽഷ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. സോ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ റാഗി അത്ര ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടിയപ്പം ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇടിയപ്പം ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പം എല്ലാം ബ്രേക്ക് ആകാൻ തുടങ്ങും. അതാണ് പ്രോബ്ലം. നമ്മൾ ചൂട് മാറുന്ന വരെ തവി കൊണ്ട് ഇളക്കണം. അത് കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ച് എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കും പോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ എന്താ പറയുക, ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇടുക. അതിനുശേഷം ആസ് യൂഷ്വൽ ഇടിയപ്പം. പിന്നെ ഞാൻ ഇതിനകത്ത് ഓവറായിട്ട് തേങ്ങയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, തേങ്ങ എത്ര ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ചിലവർക്ക് വേണേൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അത് ഉണ്ടാക്കും മുമ്പ് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് ഇടിയപ്പം ഇതേപോലെ പിഴിഞ്ഞിടാം. പക്ഷേ ഞാനാണെങ്കിൽ മോസ്റ്റ്ലി തേങ്ങ യൂസ് ചെയ്യാതാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു തേങ്ങ ഇട്ടത്. യൂഷ്വലി തേങ്ങ ഞാൻ അങ്ങനെ ഇടാറില്ല, ഫുള്ളി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എത്ര വലുപ്പത്തിൽ വേണം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ പിള്ളേരെ വയറ് നിറയണം കാറ്റഗറി ഓഫ് ആളാണ് എൻ്റെ അമ്മ. സോ ഞാൻ അതേപോലെ നല്ല എമണ്ടായിട്ടാണ് ഉണ്ടാക്കി വെക്കാറ്. ചിലർ നല്ല കുഞ്ഞി ക്യൂട്ടായിട്ടൊക്കെ ഉണ്ടാക്കും. നമ്മളങ്ങനെയല്ല, ഒന്ന് കഴിച്ചാൽ അവരുടെ വയറ് നിറയണം. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. സോ അപ്പോൾ ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനി ഇതേപോലുള്ള പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ.